ആരംഭിക്കില്ലാങ്ങളാ. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചു തരാം. This is greenhouse cleaning liquid. എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്. എന്താ ഇത്? This is greenhouse cleaning liquid getting poured on the banana. Now let's wash this thoroughly. Actually, we have cleaned the outer surface of the banana. In order to avoid any possibilities of contamination. Chilled payasam. Now we are gonna taste this with some freshly prepared papadam. ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. ബില്ല് തൊട്ടിട്ട് ഞാൻ ഇതിൽ തൊട്ടുണ്ടോ, അല്ലാതെ റെസ്റ്റോറൻറ്റുകാർ ഇതിൽ തൊട്ടുന്നോ തെർമൽ പേപ്പർ വെച്ചിട്ട് അശുദ്ധമാക്കിന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ തൊട്ടായിരുന്നു, തെർമൽ പേപ്പർ കൈ തൊട്ടിട്ട് ഇതിലൊക്കെ തൊട്ടു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് നല്ലോണം ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് മാത്രമേ ഫുഡിൻ്റെ അടുക്കലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ ഹൗസ് ക്ലീൻ ലിക്വിഡ് ഇടുന്നു, പതപ്പിക്കുന്നു, എന്നിട്ട് മുഴുവനാക്കിയിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായി, ഡിസിൻഫെക്റ്റ്. അതുപോലെ വെള്ളം കുപ്പികളും കൂടെ നമ്മൾ ഇതുപോലെ സോപ്പിട്ട് പതപ്പിച്ചെടുക്കുന്നുണ്ടേ. ഭയങ്കരം തന്നെ. ചിക്കൻ ചോറിന്റെ മേളിലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ കമത്തി കഴിഞ്ഞാൽ ചോറിനടിയിൽ നിന്ന് ചിക്കൻ കുഴിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് എടുത്ത് മാറ്റി വെച്ചിട്ട് ചോറ് തട്ടുന്നതായിരിക്കും നല്ലതെന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ എൻ്റെ കൈ വെച്ച് ഞാൻ തൊടുന്നില്ല, കാരണം ഇതിനെ പുറത്തൊക്കെ ഞാൻ തൊട്ടിട്ടുള്ളതുകൊണ്ട് എൻ്റെ കൈ അത്രത്തോളം വൃത്തിയുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം കൈ കഴുകിയ ഒരാൾ തരത്തെ ഓരോ പീസ് എടുത്ത് ഇങ്ങോട്ട് മാറ്റിക്കുവേ, താഴെ കളയില്ല കേട്ടോ. ഓക്കെ, 1 2 3 4 പീസ്. ഓക്കെ, ഈ കവറ് ഈ പാത്രത്തിൽ മുട്ടിക്കാണ്ട് വേണം അങ്ങോട്ട് ഫുഡ് മാറ്റാനായിട്ട്. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു.